സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട പെൻഷനാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷനും ക്ഷേമനിധി ബോർഡ് മുഖേന ലഭിക്കുന്ന പെൻഷനും. ജൂൺ മാസത്തിലെ പെൻഷൻ വിതരണം നേരത്തെ ഉണ്ടാകുമെന്നാണ് അറിയിപ്പുകൾ ഉള്ളത്. ജൂൺ 19 മുമ്പായി തന്നെ പെൻഷൻ വിതരണം ഉണ്ടാകുമെന്നാണ് കരുതുന്നതും. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ പെൻഷൻ വിതരണം നേരത്തെ നൽകുമെന്നാണ് അറിയിപ്പുകൾ ഉള്ളത്. എന്നാൽ ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിച്ചാൽ മാത്രമേ ഇത് നടക്കുകയുള്ളൂ. അംഗീകരിച്ചു കഴിഞ്ഞാൽ പെൻഷൻ വിതരണം ജൂൺ 19 മുമ്പായി തന്നെ ഉണ്ടാകുന്നതുമായിരിക്കും. 1600 രൂപ വീതമാണ് പെൻഷനായി ലഭിക്കുന്നത്. കൂടാതെ പെൻഷൻ കിട്ടുന്ന എല്ലാവരും തന്നെ മസ്റ്ററിംഗ് ചെയ്യേണ്ടതാണ്. അക്ഷയ കേന്ദ്രങ്ങൾ വഴി മാത്രമേ മസ്റ്ററിംഗ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഗുണഭോക്താക്കൾ അക്ഷയ കേന്ദ്രങ്ങളിൽ നേരിട്ടെത്തിയാണ് മസ്റ്ററിംഗ് ചെയ്യേണ്ടത്. എന്നാൽ വീടുകളിൽ കിടപ്പ് രോഗികൾ ഉണ്ടെങ്കിൽ അവർക്കുള്ള മസ്റ്ററിംഗ് വീടുകളിൽ വന്ന് ചെയ്യുന്നതായിരിക്കും. ഈ കാര്യം അക്ഷയ കേന്ദ്രങ്ങളെ അറിയിക്കേണ്ടതുണ്ട്. അക്ഷയ കേന്ദ്രങ്ങളെ അറിയിക്കുകയാണെങ്കിൽ അവർ വീടുകളിൽ വന്ന് മസ്റ്ററിംഗ് ചെയ്യുന്നതായിരിക്കും. 2025-26 വർഷത്തെ വാർഷിക മസ്റ്ററിംഗ് ആണിത്. അതിനാൽ തന്നെ 1600 രൂപ വീതം പെൻഷൻ ലഭിക്കുന്ന എല്ലാവരും തന്നെ വാർഷിക മസ്റ്ററിംഗ് കൃത്യമായി തന്നെ നടപ്പിലാക്കേണ്ടതാണ്. ചില ആളുകൾ വേറെ ജില്ലകളിലാണ് താമസിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവർക്കുള്ള മസ്റ്ററിംഗ് അവിടെ അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ വഴി ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. പഞ്ചായത്തിന് കീഴിലുള്ള അക്ഷയ കേന്ദ്രങ്ങളിൽ തന്നെ മസ്റ്ററിംഗ് ചെയ്യണമെന്നുള്ള നിബന്ധനകൾ ഇല്ല. അതിനാൽ തന്നെ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ പെൻഷൻ തടസ്സമില്ലാതെ തന്നെ ലഭിക്കുന്നതായിരിക്കും. സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളായ വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, കർഷക തൊഴിലാളി ആനുകൂല്യങ്ങൾ, ഭിന്നശേഷി ആനുകൂല്യങ്ങൾ എന്നിവ ലഭിക്കുന്ന എല്ലാവരും തന്നെ വാർഷിക മസ്റ്ററിംഗ് ചെയ്യണം. ക്ഷേമനിധി ബോർഡ് നൽകുന്ന പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കളും മസ്റ്ററിംഗ് ചെയ്യേണ്ടതാണ്. മസ്റ്ററിംഗ് ചെയ്യുമ്പോൾ ചില സാഹചര്യത്തിൽ തടസ്സപ്പെടാൻ സാധ്യതയുണ്ട്. ചില വ്യക്തികൾക്ക് മസ്റ്ററിംഗ് വിജയകരമായി പൂർത്തിയാക്കാൻ സാധിക്കണമെന്നില്ല. അങ്ങനെ വരികയാണെങ്കിൽ മെഡിക്കൽ ബോർഡിന്റെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ സാധിക്കും. ലൈഫ് സർട്ടിഫിക്കറ്റ് ആണ് ഇതിനായി നൽകേണ്ടത്. ഇങ്ങനെ നൽകുകയാണെങ്കിൽ പെൻഷൻ തടസ്സമില്ലാതെ തന്നെ ലഭിക്കുന്നതുമായിരിക്കും. കൂടാതെ മസ്റ്ററിംഗ് ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട രേഖയാണ് ആധാർ കാർഡ്. അതിനാൽ ആധാർ കാർഡിൽ ഏതെങ്കിലും വിധത്തിലുള്ള തെറ്റുകൾ ഉണ്ടെങ്കിലോ പുതുക്കാനോ ഉണ്ടെങ്കിൽ എത്രയും വേഗം ആ കാര്യങ്ങൾ കൃത്യമായി ചെയ്യേണ്ടതാണ്. ആധാർ കാർഡ് എടുത്ത് 10 വർഷം കഴിയുമ്പോൾ ആധാർ പുതുക്കേണ്ടതുണ്ട്. അതിനാൽ ഈ കാര്യങ്ങൾ കൃത്യമായി ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. മസ്റ്ററിംഗുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും വിധത്തിലുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ ആ കാര്യങ്ങൾ കൃത്യമായി തന്നെ പരിഹരിക്കേണ്ടതുമാണ്. മെയ് മാസത്തിൽ 3200 രൂപയാണ് വിതരണം ചെയ്തത്. ഒരു ഗഡു കുടിശ്ശിക ഉൾപ്പെടെയാണ് മെയ് മാസത്തിൽ പെൻഷൻ വിതരണം ചെയ്തത്. ഇനി നൽകാനുള്ളത് 2 കുടിശ്ശിക കൂടിയാണ്. ജൂൺ മാസത്തിലെ പെൻഷൻ വിതരണം നേരത്തെ എത്തുമെന്നുമാണ് കരുതുന്നത്. പെൻഷൻ കൃത്യസമയത്ത് എത്തുന്നത് ഗുണഭോക്താക്കൾക്ക് വളരെ ആശ്വാസമായിട്ടുള്ള ഒന്നു തന്നെയാണ്. നിലവിൽ പെൻഷൻ വിതരണം കൃത്യമായി തന്നെയാണ് ലഭിക്കുന്നത്. മസ്റ്ററിംഗുമായി സംബന്ധിച്ച് ഏതെങ്കിലും സംശയമുണ്ടെങ്കിൽ കൃത്യമായി തന്നെ പരിഹരിക്കേണ്ടതാണ്. എല്ലാ കാര്യങ്ങളും ശരിയായ രീതിയിൽ തന്നെ മനസ്സിലാക്കി മസ്റ്ററിംഗ് നടപടികൾ കൃത്യമായി തന്നെ ചെയ്യുക. ജൂൺ 25 മുതൽ ആഗസ്റ്റ് 24 വരെ സമയമുണ്ട്. അതിനാൽ സമയമനുസരിച്ച് അക്ഷയ കേന്ദ്രങ്ങൾ വഴി മസ്റ്ററിംഗ് ചെയ്താൽ മതിയാകും.